ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിലിറങ്ങിയ കടുവയെ മൈക്കൊടി വയ്ക്കാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ദൗത്യം നാളെ പുനരാരംഭിക്കും. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇടുക്കിയിൽ ഗ്രാമ്പിലിറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം അത് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു. ദൗത്യം നാളെയായിരിക്കും പുനരാരംഭിക്കുക. അവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടുകയാണ് ലക്ഷ്യം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ലൈറ്റിന്റെ അഭാവം കൊണ്ടാണ് ഇന്നത്തെ ഈ ദൗത്യം വനംവകുപ്പ് നിർത്തിയിരിക്കുന്നത്. നാളെ രാവിലെ 8 മണിയോടുകൂടി ഈ ദൗത്യം വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. കടുവ രാവിലെ മുതൽ തന്നെ ഉള്ള സ്ഥലത്ത് ഇപ്പോഴുമുണ്ട്. ഇവിടെ നിന്ന് മാറാനുള്ളൊരു സാധ്യത വനംവകുപ്പ് കാണുന്നില്ല എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ന് രാത്രിയിൽ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകും. വനംവകുപ്പിന്റെ പ്രത്യേക സംഘം, ഡോക്ടർ ഉൾപ്പെട്ട സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. മാത്രമല്ല, ഓരോ അരമണിക്കൂറിലും ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം ഉണ്ടാകുമെന്ന് കൃത്യമായി തന്നെ വനംവകുപ്പിന്റെ കോട്ടയം DFO എൻ രാജേഷ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ തുടരുകയാണ്. നാളെ രാവിലത്തോടുകൂടി തന്നെ ഈ കടുവയെ മൈക്കോടി വെക്കാൻ കഴിയും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതിൽ വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇന്നിപ്പോൾ കോടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതാണ്. മരുന്നുൾപ്പെടെ കൊണ്ടുവന്നതാണ്. കോക്ടെയിൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഇന്നത്തെ ദൗത്യം വേണ്ട, അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് മാറ്റാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ ലൈറ്റിന്റെ പ്രശ്നമാണ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കാൻ കാരണം. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഈ നാട്ടുകാർക്കില്ല എന്ന് കൃത്യമായിട്ടും വനംവകുപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. കടുവ അവിടെ നിന്ന് കൂടുതൽ സഞ്ചരിക്കില്ല. കാലിന് കാര്യമായിട്ട് തന്നെ പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നടക്കാൻ അതിന് കഴിയില്ല. പക്ഷേ അതിൻ്റെ ആരോഗ്യം അത്ര തീർത്ത് മോശമാണ്, അല്ലെങ്കിൽ അവശനാണ് എന്നിപ്പോൾ പറയാൻ കഴിയില്ല എന്ന് കൂടി വനംവകുപ്പ് DFO അല്പസമയം മുമ്പ് പറഞ്ഞു. കാരണം ദൗത്യ സംഘത്തിലെ ഒരാൾ ആ കടുവയുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് അത് സാധാരണ രീതിയിൽ എങ്ങനെയാണോ അങ്ങനെ സടകുടഞ്ഞ് എഴുന്നേറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ നിലവിലുള്ളൂ. അങ്ങനെയെങ്കിൽ ദൗത്യം മൈക്കോടി വെച്ചാൽ എങ്ങനെയാകും എന്നുള്ളത്, അതായത് കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ കൂടുതൽ നിയന്ത്രണം ഒരുപക്ഷെ നാളെ ഈ നാട്ടുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഉന്മേഷ്, വിവരങ്ങൾ നൽകി നാട്ടുകാർക്ക് ആശങ്ക വേണ്ട എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.